ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വടയാണ്. ഈ ഒരു വട തയ്യാറാക്കിയിട്ടുള്ളത് ക്യാബേജ് വെച്ചിട്ടാണ്. ഉള്ളിവട ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഈ ഒരു വടയും ഇഷ്ടപ്പെടും. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ 2 കപ്പ് അളവിൽ ക്യാബേജ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ചെറിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സവാള അരിയുന്ന പോലെ തന്നെ നമുക്ക് ക്യാബേജും നീളത്തിനും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് കായപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് കുഴച്ച് എടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുമ്പോഴത്തേക്കും ക്യാബേജിലും സവാളയിലും ഉള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറി വരും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 5 സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താലും മതിയാവും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുളയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ പെരുവിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആ ഒരു ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വട നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വടയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 വടയും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ ആ ഒരു കളറിലാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. എണ്ണയിൽ നിന്ന് നമ്മൾ കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് മാറ്റിയിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിക്ക് വടയൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വടയാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.